അതെ, ഒരു മലയാളം പടം കാണാൻ വേണ്ടി നമ്മൾ ഇത്രയും ദൂരം ഡൽഹി വരെ വന്നേക്കാം. ആൻഡ് ഡൽഹിക്ക് വന്നിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഐമാക്സ് എക്സ്പീരിയൻസ് കിട്ടുന്ന ദ നെക്സസ് സെലക്ട് സിറ്റി മാളിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഗുജറാത്ത് സീരീസ് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഒരു പടത്തിൻ്റെ റിലീസ് പ്രഖ്യാപിച്ച് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് ഇന്നലെ നമ്മൾ ഡൽഹി എത്തി റൂം എടുത്തത്. ഇന്ന് രാവിലെ 8 മണിയുടെ ഷോ. നിങ്ങൾ നോക്കണം, 8 മണിയുടെ ഷോക്കാണ് നമ്മൾ ഓടി വന്നിട്ടുള്ളത് ഇത് കാണാനാണ്. ആൻഡ് ഇവിടുത്തെ ഐമാക്സിന് ഒരു പ്രത്യേകത ഉണ്ട്, അതെന്താ ഞാൻ പറഞ്ഞുതരാം. ആൻഡ് എന്തുകൊണ്ട് നമ്മൾ PVR സാക്കറ്റിൽ സ്കൈ വാക്കിൽ വന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്നത് ഐമാക്സിനെ 1.9:1 അത്യാവശ്യം വൈഡ് സ്ക്രീൻ റേഷ്യോ ആണ്. ഓൾസോ 12 ചാനൽ ഓഡിയോ ആണ്. ആൻഡ് അവർ തന്നെ പറഞ്ഞിട്ട് ഐമാക്സിലാണ് നമ്മൾ ഈ പടം കാണേണ്ടത്. ആൻഡ് വി കെയിം ടു ദ ബെസ്റ്റ് തിയേറ്റർ ഇൻ ഡൽഹി. ഒരു വിട്ടുവീഴ്ചയില്ല. രാവിലെ 8 മണിക്ക് തന്നെ ആണ് ഞാൻ വന്നിട്ടുള്ളത് പടം കാണാൻ. പിന്നുള്ളത് 4:30 ഷോ. പറ്റില്ല 4:30ക്കൊന്നും പറ്റില്ല. ഏറ്റവും നേരത്തെ ഫസ്റ്റ് ഷോ എന്നെ കാണണം. 8 മണിക്ക് തന്നെ ഒരു ഷോ വെച്ചിട്ടുണ്ട് അത് ഐമാക്സിൽ. പൊളിയല്ലേ? ഇന്ന് വർക്കിംഗ് ഡേ ആണെങ്കിലും ഇവിടെ പടം കാണാൻ വന്ന ആൾക്കാരുടെ തിരക്ക് നോക്കി വരിയായിട്ട് നിൽക്കണം നോക്കി എല്ലാവരും. ലാലേട്ടൻ്റെ പടത്തിന് എന്ത് ജോലി. എൻ്റെ ആദ്യത്തെ ഐമാക്സ് എക്സ്പീരിയൻസ് ആണ്. ഇത് നമ്മുടെ തരം പടം കാണുക എന്നുള്ളത് ഇറ്റ്സ് വാസ് എ ഡ്രീം. ഒരു മലയാളം പടം ഐമാക്സിൽ, അതായത് ഫസ്റ്റ് ഐമാക്സ് മൂവി കാണുക ഈസ് എ ഡ്രീം. ആൻഡ് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ. ആൻഡ് നമുക്ക് പടം തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയി കാണിച്ചു തരാവേ, സ്ക്രീന് കാണിച്ചു തരാം. പൊളി തിയേറ്റർ കാണിച്ചു തരാം. പക്ഷെ കുറച്ച് വൈഡ് സ്ക്രീനാണേ. ഞാൻ വിചാരിച്ച അത്ര ലെങ്ത് ഉള്ള സ്ക്രീനല്ല. ഇതാണ് നമ്മുടെ തിയേറ്റർ ഐമാക്സ് എക്സ്പീരിയൻസ്. ബാക്കി പടം കണ്ടിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഐ വാണ്ട് ടു ഫീൽ ദിസ്. പടം വേറെ ലെവലാണ്. ഗൂസ് ബംബ് എന്ന് പറഞ്ഞല്ലോ, ഗൂസ് ബംബ് വരണത് ചെയ്ത് വെച്ചാക്കുന്ന സംഭവം വേറെ ലെവലാണ്. അയ്യോ, ഒരു ഹോളിവുഡ് മൂവി, ഒരു മലയാളം മൂവി എന്ന് ഒരാളും പറയില്ല, ഒരു ഹോളിവുഡ് മൂവി ചെയ്തു വെച്ച ലെവൽ. ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്, ആക്ടിങ് ഡിപ്പാർട്ട്മെന്റ് ഗംഭീരം, എല്ലാവരും ആക്ടിങ് സൂപ്പർ. ആൻഡ് എഡിറ്റിംഗ് ആൻഡ് സിനിമാറ്റോഗ്രാഫി സുജിത് വാസുദേവൻ ചെയ്തു വെച്ചാണത്. ഓരോ രാജ്യങ്ങളുടെയും ഭംഗി ഒപ്പിയെടുക്കാന്ന് പറയില്ലേ, ദാറ്റ് വാസ് ഓസം. ഒന്നും പറയില്ല. ആൻഡ് ഡയറക്ഷൻ പൊളി. നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു പടം ഡയറക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സോ പ്രൗഡ് എന്ന് പറയില്ലേ. ആൻഡ് ലാസ്റ്റ് എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം വേറെ ലെവലാക്കി ചെയ്തിട്ട്. ആൻഡ് ഡോണ്ട് മിസ് ദിസ് ഇൻ തിയേറ്റർ. ഞങ്ങൾ ഐനോക്സ് കണ്ടേ. ആൻഡ് ദ എക്സ്പീരിയൻസ് വാസ് ഒന്നും പറയാനില്ല, സൂപ്പർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. മിസ് ചെയ്യരുത് മക്കളെ, മിസ് ചെയ്യരുത്. ആൻഡ് വൺ ഓഫ് എ ടൈം എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. മസ്റ്റ് വാച്ച്.